ഒരു ക്വസ്റ്റ്യന് 100 രൂപ. അപ്പൊ 10 ക്വസ്റ്റ്യൻ എത്രയാണ്? 1000 രൂപ. അങ്ങനെ 10 ക്വസ്റ്റ്യൻ ഉണ്ട് ഈ ബുക്കിൽ. അപ്പൊ ഈ 10 ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ വേണ്ടി പോകുന്നത് വേറെ ആരോടും അല്ല, എന്റെ കെട്ടിയോനോടാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഓപ്പനോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മളെ ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് കേട്ടോ ഇതിലുള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ ഞാൻ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓപ്പനോട് പോയിട്ട് ചോദിച്ചിട്ട് വരാം. വാ, ഓപ്പ എന്തായാലും അകത്തുണ്ട്, നമുക്ക് പോയിട്ട് ചോദിക്കാം. അയ്യടാ, ഇങ്ങനെ സുഖിച്ചിരിക്കാനല്ലേ കള്ള. ഈ മൈക്കൊന്ന് ഇങ്ങോട്ട് വെച്ചേ, ഈ മൈക്ക് വെച്ചേ. എന്തിനാണെന്ന് പറ. അതെല്ലാം ഉണ്ട്, പറയാ. മൈക്ക് വെക്ക് ആദ്യം, മൈക്ക് വെക്ക്. എന്തോ ഒരു ചതി ഞാൻ മണക്കുന്നു ഗൈസ്, എന്തോ ഒരു ചതി ഞാൻ മണക്കുന്നു. നമുക്കൊരു ചലഞ്ച് ചെയ്താലോ? എന്ത് ചലഞ്ച് പറ. അന്നത്തെ പോലത്തെ ചമ്മന്തി ഇറക്കുന്ന ചലഞ്ചിനൊന്നും ഞാൻ ഇല്ല. ഇല്ല, ചമ്മന്തി ഇറക്കുന്ന ചലഞ്ച് ഒന്നല്ല. ചലഞ്ച് എന്താന്ന് വെച്ചാല് 10 ക്വസ്റ്റ്യൻ ഉണ്ട് ഇതില്. നമ്മളെ ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻ. ഈ 10 ക്വസ്റ്റ്യന് ഓപ്പ ആൻസർ പറയണം. ഓരോ ക്വസ്റ്റ്യൻ വീതം ഞാൻ ചോദിക്കും. അപ്പൊ ഓപ്പ ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 രൂപ വീതം ഞാൻ ഓൺ ദ സ്പോട്ടിൽ ഓപ്പക്ക് ജീപേ ചെയ്ത് തരും. ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് ആൻസർ എനിക്ക് 100 രൂപ കിട്ടും. ഗൂഗിൾ പേ ചെയ്ത് തരും. 100 രൂപ സ്പോട്ടിൽ ചെയ്ത് തരും, കാണിക്കുകയും ചെയ്യും ഇവിടെ വീഡിയോയില്. അതുപോലെ തന്നെ തെറ്റുത്തരാന്ന് ഓപ്പ പറഞ്ഞെങ്കിൽ, ഇല്ല ഓപ്പക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എങ്കിൽ ഒരു ക്വസ്റ്റ്യൻ സെക്കൻഡുകൾ കൊണ്ട് പറയേണ്ടതാണ്, അല്ലാണ്ട് കുറെ ടൈമൊന്നും തരൂല. തെറ്റുത്തരം ഓപ്പ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 രൂപ ഒപ്പ എനിക്ക് ജീപേ ചെയ്ത് തരണം. തെറ്റിപ്പോയാല് 100 രൂപ ഞാൻ നിനക്ക് ജീപേ ചെയ്ത് തരണം. നമ്മളെ രണ്ടാളെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകളാണ് ചോദിക്കുന്നത്. വേറെ കൂടുതലൊന്നും ചോദിക്കൂല. ഞാൻ മൈക്ക് ഇതില് വർഷങ്ങളൊന്നും ചോദിക്കാനൊന്നും പാടില്ല. അതെല്ലാം ഉണ്ട്, അങ്ങനെയെല്ലാം ഉണ്ട്. പിന്നെ എന്തെന്നാണ് വേറെ ചോദിക്കാനുള്ളത്? നിനക്കറിയാം, നീ എനിക്ക് 10 രൂപ കിട്ടൂല. എന്റെ 1000 അടിച്ചു മാറ്റാനുള്ള ശ്രമമാണ്. ഞാൻ എന്തായാലും ക്യാമറ ഇവിടെ ഫിറ്റ് ചെയ്യട്ടെ. കപ്പലിറങ്ങി അതൊന്നും ചോദിച്ചേക്കരുത്. ഇല്ല, സ്റ്റാൻഡിങ്ങോട്ട് എടുത്ത് ഫിറ്റ് ചെയ്യട്ടെ. എന്തായാലും ഉത്തരം പറയാൻ ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ സജീഷ് തയ്യാറായിരിക്കുന്നു. അതെ, അപ്പൊ ചോദ്യം ചോദിക്കാൻ നിക്കിയും തയ്യാറായിരിക്കുന്നു. ഇതിലിതാ 10 ക്വസ്റ്റ്യനുകൾ ഉണ്ട് കേട്ടാ. ഒരു കള്ളത്തരോ ഇല്ല. അല്ല, ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളോ അതിനകത്ത് എഴുതി വെക്കണം. കാരണം നമ്മൾ ഞാൻ ഇവിടെ മാറ്റിയാലോ ഇതല്ല പറഞ്ഞിട്ട് ക്വസ്റ്റ്യനും ഉണ്ട് ആൻസറും ഉണ്ട്, 10 ഉണ്ട്. അപ്പം ചോദ്യം നമുക്ക് ചോദിക്കാം. ഫസ്റ്റ് ചോദ്യം 1000 എന്താ ഒരു 1000 ഇങ്ങോട്ട് ഇപ്പൊ തന്നെ അഴിച്ചോ. നോക്കാം നമുക്ക്. അപ്പൊ തുടങ്ങട്ടെ. ടൈം സ്റ്റാർട്ട് നൗ. ഓക്കേ, ഒന്നാമത്തെ ചോദ്യം നമ്പർ 1. ചോദ്യം ചോദിക്കാൻ വേണ്ടി പോകുന്നു. ഗൂഗിൾ പേ എടുത്ത് വെച്ചോ. എന്നോട് ആദ്യമായി ഇഷ്ടമാണെന്ന് പറഞ്ഞ ഡേറ്റ് ആൻഡ് ഇയർ. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. എന്താ മോനെ, പറ. ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ രണ്ടാളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകളാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഇത് ടൈം സ്റ്റാർട്ട് നൗ. ഓക്കെ, പറഞ്ഞോ. ആൻസർ പറ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. എങ്ങനെ പറയാനത്? എന്തേ, എനിക്ക് ഓർമ്മയുണ്ടല്ലോ. ഓപ്പൊക്കെ എന്താ ഓർമ്മയില്ലാത്ത? നീ ഡയറിയിലെല്ലാം എഴുതി വെച്ചിട്ട് നോക്കിപ്പോയി എടുത്തു വന്നിട്ട്. ഒന്നല്ല. ഓപ്പ എന്നോട് ചോദിച്ചോ, ഞാൻ ഉത്തരം പറയുമല്ലോ. എന്നോട് ആദ്യമായി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നോട് ആദ്യമായി ഇഷ്ടമാണെന്ന് പറഞ്ഞ ഡേറ്റ് ആൻഡ് ഇയർ. വർഷം ഉത്സവത്തിനാണ്. നമ്മുടെ കാക്കതിരുത്തി അമ്പലത്തിലെ ഉത്സവത്തിനാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. സന്തനെ കൊണ്ടാണ് പറയിപ്പിച്ചത്. അതൊന്നല്ല അറിയേണ്ടത്, ഡേറ്റും വർഷവും അറിയണം. ഇപ്പൊ ഏതെങ്കിലും ഒന്ന് പറയാ. 2008 മാർച്ച് മാസം. 2008 മാർച്ച് മാസം. ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. ഡേറ്റ് ഞാൻ വെറുതെ ഒരു ഡേറ്റ് പറയും ഇപ്പൊ തൽക്കാലം. ഒരു 22 പറയുന്നു. 2008 മാർച്ച് 22. ഓക്കെ, ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. 10 തലയാ ഇവന്.
കൊണ്ട ജീപ്പ് ചെയ്ത 100 രൂപ ജീപ്പ് ചെയ് ശരിയായ ഉത്തരം നീ കാണിക്ക. ശരിയായ ഉത്തരം 2007 ഏപ്രിൽ 21. ഇതാ ആൻസർ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതെങ്ങനെ പ്രൂവണാവും കറക്റ്റാ? ആ പ്രൂവണാണ്. 2007 ഏപ്രിൽ 21. ഓക്കെ കൊണ്ട 100 രൂപ. ഒരു വർഷം വ്യത്യാസം വന്നിട്ടുള്ളൂ. ഒരു വർഷവും മാസമല്ല വ്യത്യാസം വന്നു. 100 രൂപ ചെയ്ത 100 രൂപ വേഗം ഐശ്വര്യമായിട്ട് നിക്കിയിലേക്ക് 100 രൂപയ്ക്ക് 1000 രൂപ. ഇതിപ്പോ ഞാൻ പറഞ്ഞേ എന്റെ പൈസ ഫുൾ അടിച്ചെടുക്കാനുള്ള പരിപാടിയാ ഗൈസ്. എന്ത് ക്വസ്റ്റ്യൻ ആയതല്ലോ. നിക്കിന 100 രൂപയ്ക്ക് ഇതാ കൈയോടെ തന്നെ അയച്ചു കൊടുക്കണ്ട് ഗൈസ്. നീ അത് പറയണ്ട. 100 ഇതാ 100 രൂപ. അതെ വന്നു കഴിയുമ്പോ ഞാൻ കാണിച്ചു രൂപ അയച്ചു കൊടുക്കട്ടെ. അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 100 രൂപ വന്ന് പിന്നെ ഞാൻ പിന്നെ വേറെ വഴിക്ക് പോയത് പിന്നെ വരാണ്ട് ചെക്ക് ചെയ്യണം. വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനത്തെ വർഷം അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ക്വസ്റ്റൻ എല്ലാം ഇങ്ങനത്തെ ആയിരിക്കുള്ളൂ. ചളിപ്പ് ചില്ലി സാധനം. ഞാൻ കൊണ്ടുവരുന്നുണ്ട് കുറച്ച് ക്വസ്റ്റൻ എഴുതിയിട്ട് കാണിച്ചു തരാം. 100 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ. ലവ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമായി കണ്ട സിനിമ. ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. ഈസി ക്വസ്റ്റ്യൻ. ലവ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമായി കണ്ട സിനിമ. നമ്മൾ ഒരുമിച്ച് ആദ്യമായിട്ട് പോയി, അതായത് പ്രേമിച്ചിരിക്കുന്ന സമയത്ത് നമ്മളായിട്ട് ആദ്യമായിട്ട് കണ്ട സിനിമ. അത് നമ്മൾ രണ്ടാളും മാത്രമാണോ അല്ലെങ്കിൽ നമ്മൾ രണ്ടാളും മാത്രം? അല്ല പണ്ടൊരു സിനിമ നമ്മൾ നിന്റെ കുടുംബക്കാരും നമ്മളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അതല്ല നമ്മൾ രണ്ടാളും മാത്രം ഇണക്കുരുവികളെ പോലെ ഇങ്ങനെ ഇരുന്ന് കണ്ട സിനിമ. 2 സിനിമ ഉണ്ട്. അതിലിപ്പോ ഏതാണെന്ന് എനിക്ക് ആദ്യത്തെ ഏതാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. 2 സിനിമയിൽ ഒന്ന് നമ്മുടെ ആസിഫ് ഖാന്റെ സിനിമയാണ്, നമ്മുടെ ആസിഫ് അലിന്റെ മറ്റേ വയലിൻ. പിന്നെ രണ്ടാമത്തെ സിനിമ നമ്മുടെ സീനിയേഴ്സ് ആണ്. ഈ 2 സിനിമക്കാണ് ഞങ്ങൾ പോയത് പ്രേമിച്ചിരിക്കുന്ന സമയത്ത്. അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഇതില് ആദ്യമായിട്ട് കണ്ട സിനിമ ഏതാന്ന് വെച്ചാല് രണ്ടും ഒരു തിയേറ്ററിലാണ് കണ്ടത്. നമ്മുടെ സവിത തിയേറ്ററിൽ. ഏത് പടം ആദ്യം ഇറങ്ങിയ? സീനിയേഴ്സ് ആണോ? കാര്യം ചെയ്യാം. ഏതായാലും ഇപ്പൊ നമ്മുടെ ആസിഫ് ഖായിട്ട് ഭയങ്കര കണക്റ്റാ. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇന്ദ്രു ആസിഫ് ഖാന്റെ കുട്ടിക്കാലം ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് സിനിമയിൽ. അപ്പൊ ഞാൻ ആസിഫ് അലിന്റെ പടം തന്നെ പറയുന്നു, വയലിൻ. അയക്ക് തിരിച്ചയക്ക്. ഞാൻ കൊടുത്ത 100 തിരിച്ചയക്കുന്നുണ്ട്. കണ്ടാ കൊടുത്തത് ഞങ്ങൾ തിരിച്ചിങ്ങ് വാങ്ങും. അതെനിക്കറിയായിരുന്നു. മോളെ ഗൂഗിൾ പേ കമ്പനിക്കാർ വിചാരിക്കണ്ടോ ഇവരെന്താ 100 അങ്ങോട്ട് എടുക്കുന്നു 100 ഇങ്ങോട്ട്, എന്ത് പരിപാടി ചെയ്യുന്ന ചോദിക്കും. അയക്ക്. കിട്ടി ഗൈസ്, കിട്ടി. വരട്ടെ ഇങ്ങോട്ട് വന്നു. എത്തി കൊടുത്തത് ഇങ്ങനെ തിരിച്ചു വാങ്ങിയിട്ടുണ്ട്. വർഷങ്ങൾ ഇങ്ങനെ ഇപ്പൊ കൊറേ ഇങ്ങനെ ചോദിക്കലട്ടാ. എന്തെന്ന് അത് നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞ ഇയർ നമ്മളില്ലേ ഒരു ക്വസ്റ്റ്യൻ എല്ലാം വർഷങ്ങൾ മാത്രമേ എഴുതി വെക്കാൻ പാടില്ല. അതൊന്നുമില്ല, എനിക്ക് ഓർമ്മയില്ല മാത്രമല്ല എനിക്ക് വർഷങ്ങൾ വെറുതെ എഴുതി ഇതുപോലുള്ളതെല്ലാം ചോദിക്കണം. പിന്നെ വർഷങ്ങൾ എൻഗേജ്മെന്റ് അതൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഇതിപ്പോ 100 വെറുതെ ഇങ്ങോട്ട് തന്നത്. ഇനി അങ്ങോട്ട് ഒരു കാര്യം അടുത്ത ക്വസ്റ്റ്യനോട് ചോദിച്ചിട്ട് 100 അങ്ങോട്ടും ഇങ്ങോട്ട് അയച്ചു. വേണ്ട നമ്മളെ എൻഗേജ്മെന്റ് കഴിഞ്ഞ ഇയർ. എൻഗേജ്മെന്റ് കഴിഞ്ഞ ഇയർ 2007 ഇവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അതായിട്ട് ഞാൻ ഗൾഫിലൊക്കെ പോയി. ദൈവമേ, എൻ്റെ ഒരു വരുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കഴിഞ്ഞ 2007 കഴിഞ്ഞാൽ 2008 2009 അങ്ങനെ ഡിസ്റ്റർബ് ആക്കല്ല. അങ്ങനെ ഡിസ്റ്റർബ് ഒരു ചെറിയ സമയം തരണം. 2012 ഞാൻ നോക്കട്ടെ, മഴയില്ലാത്ത സമയത്തായിരിക്കുള്ളൂ നമ്മൾ വന്നത് വെച്ചിട്ട് ഞാൻ ഗൾഫ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടെ. 2012 ഞാൻ പറഞ്ഞുതരാം 2012 ഏപ്രിലാണ്. ഏപ്രിൽ 18. 2012 ഏപ്രിൽ 18. വേണ്ട 100 രൂപ അയക്ക് ചേച്ചിക്ക് അയക്ക്. 2011 ജൂലൈയിൽ മഴയുള്ള സമയത്ത് വയലിൽ വെള്ളം നിറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മളെ എൻഗേജ്മെന്റ് കഴിഞ്ഞത് ഓർമ്മയില്ല. 2011
ഓക്കെ ഏ ഓക്കെ ഓക്കെ ഒരു കാര്യം ചെയ്യ്. ഇപ്പൊ 100 എന്റെ അടുത്തുണ്ട്. അങ്ങോട്ട് അയക്കാം. അടുത്ത question കൂടി പത്ത് അയച്ചാ പോരെ? ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചെടുക്കണ്ടല്ലോ. എടി, അത് ഞാനിപ്പോ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ശരിയാക്കി ഇങ്ങോട്ട് അയക്കണ്ടേ? അപ്പൊ നമുക്ക് നോക്കി ചെയ്താ പോരെ? അത് റൂളാണ്. അയക്ക് 100 രൂപ ഗൈസ് അയച്ചു കൊടുക്കുന്നുണ്ട് ഇവക്ക്. ഇന്നത്തെ ലിമിറ്റ് ഇതാ അയച്ചു കൊടുത്തിട്ടുണ്ട്. 100 രൂപ അയച്ചു കൊടുത്ത് കയ്യോടെ. അടുത്ത ക്വസ്റ്റ്യൻ 4th ക്വസ്റ്റ്യൻ ആണേ. ഞാൻ നോക്കട്ടെ, ഒരു 10 ക്വസ്റ്റിനകത്ത് എത്ര വർഷം ഉണ്ടെന്ന് നോക്കട്ടെ. ഇപ്പൊ 2 വർഷമുള്ള അടിച്ചത്. നമ്മളെ കല്യാണം കഴിഞ്ഞ വർഷം കണ്ടാ? കൊരങ്ങ് മോറൻ എടാ കോമാളി കരയാൻ പാടില്ല, ചത്താലും കരയാൻ പാടില്ല. ഇത് തന്നെ വർഷം എന്നാ വർഷം വേണ്ട ഡേറ്റ് ഇയർ അല്ല ഇയർ വേണ്ട മന്ത്. പ്രശ്നമുണ്ട് ഗൈസ്. നിങ്ങൾ ചോദിക്കേണ്ട സജഷൻ കല്യാണം കഴിഞ്ഞ വർഷം പോലും ഓർമ്മ. എനിക്ക് വർഷം ഓർമ്മ കിട്ടൂല. അങ്ങനെ ഒരു കുഴപ്പമില്ല. മനഃപൂർവ്വം എഴുതിട്ട് വന്നു. അങ്ങനെ അത് ഒരു തരം രോഗാന്നല്ല. അയ്യോ കല്യാണം കഴിഞ്ഞ വർഷം അതെങ്കിലും നോക്കി വെക്കണായിരുന്നു ഈശ്വര. അതെന്തായാലും നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനിൽ അത് ഉണ്ടാവുന്ന ഒപ്പം ഓർക്കണായിരുന്നു. ഓർക്കാനായിട്ട് നീ പറഞ്ഞു ഓർക്കാൻ വേണ്ടി എന്നോട്. 2 അങ്ങനെ എണ്ണല്ല, എണ്ണുമ്പോ മനുഷ്യന്റെ ഇത് പോകും. 3 എന്നിങ്ങനെ കൈനെ കൊണ്ട് കാണിക്കാം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് 2014 ഗൈസ്. 2014 ഇയർ കറക്റ്റ് അല്ലേ? ഓക്കെ തെറ്റി. ഫ്ലോപ്പ്. 2015 കല്യാണം കഴിഞ്ഞ ഇയർ കൃത്യമായിട്ട് പറയാത്ത ഓപ്പേന എന്താ വേണ്ടേന്ന് നിങ്ങൾ തന്നെ കമന്റ്. ഒരു പെണ്ണും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. വർഷം എനിക്ക് ഓർമ്മയുണ്ട. വർഷം എന്റെ എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഇത് കാണുന്ന ആളുകളുണ്ടെങ്കിൽ എന്നാ മാസമെങ്കിലും പറഞ്ഞേ. മാസങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് എപ്പോഴും നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മള് കല്യാണം കഴിഞ്ഞ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഏപ്രിൽ 28 കല്യാണം കഴിഞ്ഞത്. അവന്റെ കരച്ചിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടോ. ഏപ്രിൽ 28 കൊല്ലട്ട് കഴിഞ്ഞാ ആഗസ്റ്റ് വെഡിങ് ആനിവേഴ്സറി നമ്മുടെ ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളു അല്ലേ? നമ്മളെ വെഡിങ് ആനിവേഴ്സറി ഇപ്പൊ കഴിഞ്ഞത്. അപ്പൊ ഏത് മാസമായിരുന്നു കഴിഞ്ഞത്? ഈ ജീവിതം അങ്ങോട്ട് അവസാനിപ്പിച്ചാലോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 100 രൂപ. ഇതിന് ഞാൻ 500 രൂപ വാങ്ങിക്കട്ടെ. 100 രൂപ ഇട്. ഇതെപ്പോഴാണ് 2014 നമ്മളെ കല്യാണം കഴിഞ്ഞത് അല്ലേ? 11 കറക്റ്റ് ആൻസർ 2013 സെപ്റ്റംബർ 13. 100 രൂപ ഇട്. 100 രൂപ ഇട്. ചെറിയ വ്യത്യാസം. കല്യാണം കഴിഞ്ഞ ഡേറ്റ് ഓർത്തിരിക്കാത്ത ഓപ്പൻ എന്താ ചെയ്യണ്ടേന്ന് നിങ്ങൾ തന്നെ കമന്റ് ഇടണം. 100 രൂപ അയക്ക്. വർഷം ചോദിക്കല്ലേന്ന് ഞാൻ പറഞ്ഞു. കളിക്കാനില്ലെന്ന് ആദ്യം പറഞ്ഞതാ. അയച്ചു കൊടുത്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കല്യാണം കഴിഞ്ഞ് ആദ്യമായി നമ്മൾ പോയ സ്ഥലം. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് നമ്മൾ പോയ സ്ഥലം. അതിപ്പോ വീടുകളൊക്കെ ആയിരിക്കുമോ? അങ്ങനെയാണോ? വിരുന്നു ആയതൊന്നും ഇല്ല. അതൊന്നും ഇല്ല. പിന്നെ പൈസ പോയിക്കൊണ്ടിരിക്കുന്ന കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് നമ്മൾ പോയ സ്ഥലം. അതായത് നമ്മൾ വിരുന്നൊന്നും അല്ലല്ല, ട്രിപ്പ് ടൂറായിട്ട് പോയതാണ്. നമ്മളൊരു എൻജോയ് ചെയ്യാനാ എന്തിനെങ്കിലും ആയിക്കോട്ടെ നമ്മൾ പോയ സ്ഥലം. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പറയണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ പോയത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കല്യാണ ഷൂട്ടിന്റെ എടുക്കാൻ വേണ്ടിട്ട് വിസ്മയില് ആണോ? കയ്യോടെ 100 ആ ഒരു കാര്യം ചെയ്യും. 100 അടിക്ക് തരാനുണ്ട്. അതിപ്പോ ഇടണമെന്നില്ല ഇങ്ങോട്ട്. അവിടെ ഞാൻ അങ്ങോട്ട് തരുമ്പോ തന്നപ്പോരെ. ഇങ്ങനത്തെ കാര്യം എനിക്ക് വർഷങ്ങൾ മാത്രമേ പ്രശ്നമുള്ളൂ. ബാക്കി വർഷങ്ങൾ പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് ഹിസ്റ്ററിയിൽ കുറെ വർഷങ്ങളൊക്കെ ഉണ്ടാവുമ്പോ എനിക്ക് ഓർമ്മയെ കിട്ടാറില്ല. മറ്റേ അത് ഇത് യുദ്ധം നടന്നത് 100 രൂപ എന്റെ അടുത്ത് കൂടുതലുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല, ഞാൻ തിരിച്ചു വാങ്ങിക്കോളാം. 100 രൂപ അയച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കൃത്യാന്ന് കേസ് കണ്ട കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ സുകേഷിനെയും കൂട്ടി പിറ്റേ ദിവസം വിസ്മയെ പോയി. അതൊക്കെ കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചു ഞാൻ ഇടക്കിടക്ക് ഇങ്ങനത്തെ ഇടുന്നതാണ്. ഫുള്ള് നീ അങ്ങോട്ട്. ഇനി ഓക്കെ അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ. ദുർഗമോൾക്ക് പേര് വിളിച്ചത് എവിടെ നിന്ന്? ഈസി ക്വസ്റ്റ്യൻ ആണ്. ദുർഗമോൾക്ക് പേര് വിളിച്ചത് എവിടെ നിന്ന് അല്ലേ? എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. പേര് വിളിയും ചോറൂണും എല്ലാം നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ അടുത്തുനിന്ന്. എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ. പേര് വിളിച്ചത് അങ്ങനെയല്ല.
പറഞ്ഞ് ദുർഗക്ക് പേര് വിളിച്ചത് പേര് വിളിച്ചത് എവിടെ നിന്നേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അത് ചോറ് നിന്റെ കൊടുത്തത് വീട്ടിൽ എവിടെ നിന്റെ വീട്ടിൽ നിന്നിട്ടല്ലേ വിളിച്ചത്? എന്റെ വീട്ടിൽ നിന്നാ ചോറ് പേര് വിളിച്ചതാ. പേര് വിളിച്ചത് ആ നമ്മൾ ഓക്കെ പറഞ്ഞു, ഉത്തരം പറഞ്ഞ്. അത് തെറ്റാണോ ശരിയാണോ എന്ന് ഞാൻ പറയണ്ടേ? പറ. പറശ്ശിനിക്കടവ് മുത്തപ്പ ക്ഷേത്രം എന്നല്ലേ അപ്പൊ പറഞ്ഞത്? ദുർഗാംബിക ക്ഷേത്രം കാക്കത്തിരുത്തി എടപ്പെട്ട. എങ്ങനെ ദുർഗമ്മക്ക് പേര് വിളിച്ചത് എവിടെന്നാ? ആണോ? ദുർഗാംബിക ക്ഷേത്രത്തിൽ നിന്ന് ആദ്യമായിട്ട് പേര് വിളിച്ചത് ഓർമ്മയില്ല. കൊണ്ട 100 രൂപ ഇട്, 100 രൂപ ഇട്, 100 രൂപ ഇട്. അല്ല, അത് ചോറ് കൊടുത്തത് മാത്രമേ ഉള്ളൂ, പേര് വിളിച്ചിട്ടില്ല അവിടുന്ന്. 100 രൂപ ഇട്, വേഗം ഇട്, വേഗം ഇട്. മോന്റെ വണ്ടി ഇപ്പൊ വരും, വേഗം. അയ്യോ ഓക്കെ, എന്തുവാടി ഞാൻ പറഞ്ഞ എന്റെ പൈസ മൊത്തം അടിച്ചു മാറ്റാണ് കൈസ് വിളി. അടുത്തത് 200 ഇട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഒരുമിച്ച് 200 ഇട്ടാ പോരായിരുന്നില്ലേ അത്? കൈസ് 100 അയച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എത്ര ഇന്ദ്രൂട്ടൻ ജനിച്ച ഇയർ ആൻഡ് ഡേറ്റ്. ഇനിയിപ്പോ ദുർഘടയും ചോദിക്കൂള് ഉറപ്പാ. അപ്പൊ അതിന് ചേർത്ത് 200 കൊടുക്കാം. ഇന്ദ്രോട്ടിന്റെ ബർത്ത്ഡേ എനിക്ക് ഓർമ്മയുണ്ട് guys. കിട്ടി. ഇന്ദ്രോട്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇപ്പൊ കഴിഞ്ഞ ഡിസംബർ ദൈവം എനിക്ക് ഇപ്പൊ കൂടെ മറന്നുവല്ലേ ഈശ്വര. ഇയർ ആൻഡ് ഡേറ്റ്. ഡിസംബർ ലാസ്റ്റിൽ എന്റെ മോന്റെ സെക്കൻഡ് ട്രിപ്പ് കമ്പിലേക്ക് വണ്ടി വന്നു. ചെക്കന്റെ വണ്ടി വരുന്നുണ്ട്. ഇന്ദ്രോട്ടിന്റെ ഡിസംബർ 28. ഡിസംബർ 28ആണ്. പിന്നെ ഇനി വർഷം ഉണ്ട്. വർഷം 2000 2018 ഡിസംബർ 28 പറയണമെന്നേ ഉള്ളൂ. കൂട്ടലും കുഴക്കലൊന്നുമില്ല. 2018 ഡിസംബർ 28 കൊണ്ടാ. എടുക്ക് 100 എടുക്കണേ. കിടുങ്ങാണ്ട് താടേ. അങ്ങോട്ട് വായിക്കാൻ എന്താ ഒരു സന്തോഷം, ഇങ്ങോട്ട് ഒരു ഭയങ്കര വിഷമോ. കൊണ്ടാ ഇങ്ങോട്ട്. ഇത് മിക്കവാറും ഞാൻ തന്നെ വാങ്ങും. ഒരു 100 രൂപയിലും കൂടുതൽ ഞാൻ വാങ്ങുള്ളൂ. അത് ഞാൻ വാങ്ങും തിരിച്ച്. ആൻസർ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ. ദുർഗമോൾ ആദ്യമായി പഠിക്കാൻ പോയ വർഷം. ദുർഗമോൾ ആദ്യമായി പഠിക്കാൻ പോയത് അങ്കമ്പാടിയിലാണ്. 1ാം ക്ലാസ്സിലാണോ അങ്കമ്പാടിയിലാണ് എവിടെയാണ് അത് ചോദിക്കണ്ടേ? ആദ്യമായി പഠിക്കാൻ പോയത് അങ്കമ്പാടിയിലാണ്, അതൊക്കെ ചോദിക്കണ്ടേ? അങ്കമ്പാടി അല്ല പഠിക്കാൻ പോയത്. അങ്കമ്പാടി പ്ലേ സ്കൂൾ അല്ലേ? LKG ചേർത്തത് ദുർഗന LKG ചേർത്തത് നമ്മള് 4.5 വയസ്സില്. 4.5 വയസ്സെന്ന് പറയുമ്പോ നമ്മള് ഈ പറഞ്ഞ 2018 2018 ജൂൺ 1 എപ്പോഴും പോണത് സ്കൂളിൽ. ജൂൺ 1 ജൂൺ 1 ജൂൺ 2 സ്കൂൾ തുറക്കുന്ന പോലെയാണ് അല്ലെ? അയക്കടി അത് സ്കൂളിൽ ചിലപ്പോ ഒരു ദിവസം ലേറ്റ് അത് നമ്മ പറയല്ല. അയക്കടി കൊടുത്താലും തിരിച്ചു വാങ്ങി ഗൈസ്. ആരാത്? ആരോ അല്ല വണ്ടി. ആരാത്? കൊറിയർ അടി. എന്തായാലും ഇനി 2 ക്വസ്റ്റ്യൻ ബാലൻസ് ഉണ്ട്. അതും കൂടി ഞാൻ 200 വാങ്ങിയെടുക്കും. അപ്പൊ ഉണ്ടല്ലോ അപ്പൊ നമുക്കില്ലേ നേരെ പോയിട്ട് ഇന്ദ്രനെ കൂട്ടിട്ട് വരാം. എക്സാം ഒക്കെ ആയതുകൊണ്ട് നേരെ വിട്ടിട്ടുണ്ട്. അവിടെ കൂട്ടിട്ട് വന്നിട്ട് ബാക്കി അയക്ക പറഞ്ഞാൽ അത് ഞാൻ മറന്നു. അങ്ങോട്ട് പോയപ്പോ അയക്ക് കൃത്യത വേണം, എല്ലാത്തിനും കൃത്യത. എന്റെ എന്തെങ്കിലും തെറ്റിപ്പോണെങ്കിൽ കൃത്യമായി ഇവളോട് പറയണേ ഗൈസ്. ഞാൻ പൈസ അധികം നോട്ട് ചെയ്തിട്ടില്ല. കാണിച്ചേ കാണിക്ക്. അയക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, എന്നാ വാ ചെക്കനെ കൂട്ടിട്ട് വരാം ഗൈസ്. അപ്പൊ നമ്മള് വീണ്ടും ആരംഭിക്കലാമാ അല്ലെ? അല്ല, ഇനി ഞാൻ പോയ സമയത്ത് ഞാനാണ് ഇന്ദ്രനെ കൂട്ടാൻ പോയത്. ഞാൻ പോയ സമയത്ത് ഇവള് മനഃപൂർവ്വം എന്തെങ്കിലും ടഫ് ക്വസ്റ്റ്യൻ മാറ്റിയോ ഇല്ലെന്ന് എനിക്കറിയില്ല. മാറ്റിട്ടൊന്നുമില്ല, ഇതാ എഴുതിയത് തന്നെ. എന്നാ പോരട്ടെ ചോദ്യം. ഇപ്പൊ എങ്ങനെയാ നിക്കുന്നത് പൈസന്റെ ലെവലിൽ? എങ്ങനെയാ പൈസ ലെവല്? 8 ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ 4 ആൻസർ ഒപ്പ പറഞ്ഞ് 4 ആൻസർ ഞാൻ പറഞ്ഞു. കറക്റ്റ്. ഇപ്പൊ 4-4 നിക്കാണ് ഗൈസ്. ഇനിയുള്ള 2 ക്വസ്റ്റ്യൻ വളരെ നിർണായകമാണ്. എന്തൊരു റെക്കോർഡല്ലേ? നമ്പറൊക്കെ പോണ്ടാ മുകളില്? എന്തൊരു നോക്കുന്നുണ്ട് അവിടെ നിന്ന്? ടൈം പോകുന്നുണ്ടാ? ഓക്കെ, എന്നാ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യന് ഇന്ദ്രൂട്ടൻ ആദ്യമായി സിനിമ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന ഡേറ്റ്.
ഇന്ദ്രേട്ടൻ ആദ്യമായി സിനിമ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് ഡേറ്റ്. അയ്യോ അത് ഇല്ലല്ല അങ്ങനെയൊന്നുമില്ല. ചേച്ചിനെ അപ്പൊ കുറിച്ച് ചോദിച്ചു. അപ്പൊ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ സലീം ക്യാമറ ഷൂട്ടിങ്ങിനായിട്ടാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വേറെ മറ്റേ ഈ ഓഡിഷന് പോയതാവുന്നല്ല. നമ്മള് ഷൂട്ടിന് പോയ സിനിമ സലീം തുടങ്ങി അഹമ്മദ് സാറിന്റെ മൂവിയിലാണ്, നമ്മുടെ പത്തേമാരന്റെ ഒക്കെ ഡയറക്ടർ സാറിന്റെ മൂവിയിലാണ്. അപ്പൊ അത് ഞങ്ങൾ പോയതൊരു അവര് നമ്മളോട് ചെല്ലാൻ പറഞ്ഞത് ഏപ്രിൽ 9-ാം തീയതിക്ക് മറ്റോ വരാൻ വേണ്ടി പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഷൂട്ട് തുടങ്ങിയത് പിറ്റേ ദിവസം ആണെന്നാ തോന്നുന്നത്, അതായത് അതിന്റെ മുകളിൽ നിന്ന്. അപ്പൊ ഏപ്രിൽ 10-നായിരിക്കാം. ഏപ്രിൽ 10 ഉറപ്പിച്ചാ? മാർച്ച് ഏപ്രിൽ അല്ല കഴിഞ്ഞ ഏപ്രിൽ 10 അല്ല, ഞാൻ പറയട്ടെ ഏപ്രിൽ ഒരു 10 second. ഉറപ്പിച്ചിരുന്നു. അല്ല വെക്കേഷൻ സമയത്താണ്, ഏപ്രിൽ വെക്കേഷൻ 10 സമയത്താണ്. ഉറപ്പിച്ചില്ലേ? ഒന്നില്ല. മാർച്ച് ഏപ്രിൽ 10 ഏപ്രിൽ 10 ഉറപ്പിച്ചില്ലേ? ഏപ്രിൽ 10 ഏപ്രിൽ 10 ഒപ്പം ഉറപ്പിച്ച്. ഏപ്രിൽ 8 ഏപ്രിൽ 8 ഏപ്രിൽ 8-ാം തീയതി ചെല്ലാൻ പറഞ്ഞതല്ലേ നമ്മളോട്? അല്ല, ഏപ്രിൽ 7-ാം തീയതി നമ്മളവിടെ പോയി. 8-ാം തീയതി ഷൂട്ട് തുടങ്ങി. ഏപ്രിൽ 9-ാം തീയതി ഒഴിവുണ്ടോന്ന് വെച്ചാൽ 9-ാം തീയതി നമ്മൾ പോയി 10-ാം തീയതി ഇല്ല ഏപ്രിൽ 8-ാം തീയതി 4-ാം തീയതി നമ്മൾ ഓഡീഷന് പോയി. 8-ാം തീയതി അവര് വരാൻ വേണ്ടി 7-ാം തീയതി വരാൻ വേണ്ടി പറഞ്ഞ് 8-ാം തീയതി ഷൂട്ട് തുടങ്ങി. ഓക്കെ, 100 രൂപ ഇങ്ങോട്ട് അയക്ക്, 100 രൂപ ഇങ്ങോട്ട് അയക്ക്. അയ്യോ ചെറിയൊരു വ്യത്യാസം. നല്ല ഉറച്ചെത്തി. പക്ഷെ കല്യാണ ഡേറ്റ് ഓർത്തിരുന്നില്ല. ചോദിച്ചാ പണിയാ. പിന്നെ 100 അയച്ചു കൊടുക്കണ്ട് ഗൈസ്. ഇപ്പൊ 100 രൂപ ഞാൻ കൂടുതൽ കൊടുത്തിട്ടുണ്ടേ. കൊടുത്തിട്ടുണ്ട്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ തിരിച്ചു വാങ്ങണം എനിക്കത്. ഇതാ ഗൈസ് അയച്ചു കൊടുത്തിട്ടുണ്ട് കയ്യോടെ. അടുത്തത് കിട്ടുന്നതാണ്. എനിക്ക് ഇങ്ങോട്ട് അയച്ചെന്നാ പിന്നെ അത് പുതിയ ബൈക്ക് വാങ്ങിയ മാസം, വർഷം ഞാൻ ചോദിക്കൂല. മാസോ? മാസം എന്തിനാണ്? മാസം പറ. ബൈക്ക് വീട്ടിൽ കൊടുത്ത മാസം പറഞ്ഞാൽ മതി. 2 മാസം. ഓക്കെ, മാസം പറയാം. മാസം ബൈക്ക് വീട്ടിൽ കൊണ്ടുവന്ന മാസം 1 2 3 4 ഡിസംബർ മാസം. ഓക്കെ, ഡിസംബർ മാസം അല്ല ഗൈസ്. ഓക്കെ ഡിസംബർ മാസം. കൺഫേം ആയിട്ടില്ല. കൺഫേം ആയി. 100 രൂപ. ഡിസംബർ മാസം അല്ല. ഞാൻ പറയും പറയാൻ വിടൂല. ഇനി തരൂല. അപ്പൊ പറഞ്ഞു ഡിസംബർ മാസം പറഞ്ഞു. ഒക്ടോബർ അല്ല ഗൈസ്, നവംബർ. ഓക്കെ വേണ്ട. അതില്ല. ഡിസംബർ പറഞ്ഞു. ഉറപ്പിക്കണ്ട. നവംബർ അല്ല എന്തിന് നവംബർ നവംബർ ഉറപ്പിച്ചു. എനിക്കറിയാം എന്റെ വണ്ടീന്റെ KL13 AQ അത് പെട്ടെന്ന് മാറിപ്പോയത് 2018 നവംബർ വണ്ടി. നിങ്ങളെ ഒന്ന് മനസ്സിലാക്കോ. അപ്പൊ ആദ്യം ഡിസംബർ പറഞ്ഞു, ഒക്ടോബർ പറഞ്ഞു, നവംബർ പറഞ്ഞു. ഇല്ല ഇതില് 100 രൂപ തരണം. ഇങ്ങോട്ട് അയക്കുമ്പോ ഇല്ല ഇപ്പോഴത്തെ 100 രൂപ അയച്ചിട്ടില്ല ഇങ്ങോട്ട്. ഇല്ല ഞാൻ അയക്കൂല. ഇല്ല കാരണം ഇതില് നമ്മള് ഒരു കാര്യം നമ്മള് ഉറപ്പിച്ചിട്ടില്ല. അതായത് ഇപ്പൊ നമ്മള് ഇങ്ങനെ പറഞ്ഞിട്ട് ഇല്ല, അത് മനസ്സിൽ പറയണായിട്ട് വേണ്ട. ഇല്ല അപ്പൊ ആദ്യം ഡിസംബർ പറഞ്ഞു. എന്താ ഒരു കാര്യം ചെയ്യും, അതിന് ബദലായിട്ട് ഒരു ക്വസ്റ്റ്യൻ വേറെ ചോദിക്കും, അതായിരിക്കും നല്ലത്. ഇതിപ്പോ രണ്ടാളുടെ ഭാഗത്തും തെറ്റുണ്ട്, ഒരു ക്വസ്റ്റ്യൻ വേറെ എന്തെങ്കിലും ചോദിക്കും, അതായിരിക്കും ബെറ്റർ അല്ലേ? അതല്ലേ നല്ലത്? അതിനകത്ത് ഒരു തീരുമാനം അതാണ്. എന്റെ അഭിപ്രായത്തിൽ അതാ നല്ലത്. ഇപ്പൊ ഈ ഡിസംബർ പറഞ്ഞതിന്റെ ഈ ഇൻറൂട്ടിന്റെ ഇത് പറഞ്ഞതിന്റെ 100 രൂപ ഇപ്പൊ ഇങ്ങോട്ട് ഇട്ടിട്ടില്ല. അയച്ചു കൊടുത്തിന്. അയ്യോട്ടെ ഇപ്പൊ അയച്ചു കൊടുത്ത അങ്ങോട്ട് ഇൻറൂട്ടിന്റെ ഇപ്പൊ ഇല്ലാന്ന് ഇപ്പൊ അയച്ച് കാണിച്ചു കൊടുത്ത് പോടി അവിടെ നിന്ന് നീ സമയം നോക്കടി. ഇപ്പൊ എത്ര സമയത്തിനുള്ളിലാണെന്നത് കണ്ടില്ല? 1:07 ഇപ്പൊ 1:23 അയച്ചു കൊടുത്തിന്. എന്താന്ന് ഇനി വേഗം കൊടുക്കാം. വേറെ ക്വസ്റ്റ്യൻ ഒന്നും എന്റെ എന്നാ ഇല്ല അത് ഉടായ്പ്. എനിക്ക് ഡിസംബർ പറഞ്ഞു. വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചോ? നിനക്ക് ഇപ്പൊ നിനക്ക് ഒരു അവസരം കൂടി കിട്ടിയേക്കും വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചു. പറയാൻ ദുഗും വന്നിട്ടുണ്ട് കേട്ടോ സ്കൂളും പെട്ടിട്ട്. ദുഗു അമ്മ അച്ഛനോട് കുറച്ച് ക്വസ്റ്റ്യങ്ങൾ ചോദിച്ചു. ഇങ്ങനെ ഇങ്ങോട്ട് വാ. അമ്മ അച്ഛനോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചു പൊന്നെ. ഇവിടെ ഇരിക്ക്. എന്നിട്ട് അച്ഛയില്ലേ നമ്മളെ വണ്ടി വാങ്ങിച്ച വർഷം ചോദിച്ചു.
അല്ല ഡേറ്റ് അപ്പൊ അച്ഛൻ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു പറഞ്ഞു ഡിസംബർ ഡിസംബർ എന്ന് ഒരു പ്രാവശ്യം വീഡിയോയിലുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു ഇല്ല, അച്ഛൻ പറഞ്ഞ് ഇല്ല ഒക്ടോബർ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഒക്ടോബർ സമ്മതിക്കാൻ വേണ്ടി പോയി. അപ്പൊ ഞാൻ പറഞ്ഞില്ല നവംബർ ആണ്. പറഞ്ഞു അതിനെന്താ നവംബർ എന്ന് പറഞ്ഞു. അതാണ് ശരി ഉത്തരം. 3 ക്വസ്റ്റ്യൻ ഒരു ആൻസറിന് 3 ഉത്തരം പറയാൻ പാടുണ്ടാ. ഉറപ്പിച്ചിട്ടില്ലല്ലോ നമ്മള് തുക്കു. ആദ്യം ഡിസംബർ പറഞ്ഞു, പിന്നെ ഉറപ്പിച്ചിട്ടില്ല അച്ചക്ക് ഉറപ്പിച്ചിട്ടില്ല. എന്നാ അത് പറഞ്ഞ ആ ക്വസ്റ്റ്യൻ ഇത് ചെയ്യ്, എന്നിട്ട് ആ പുതിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു പറഞ്ഞ. അങ്ങനെ താഴെല്ലാം വാങ്ങി തരുന്നോണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു പുതിയ ക്വസ്റ്റ്യൻ അതിന് ബദലായിട്ട് ചോദിക്ക്. എന്നാ ഓപ്പനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോ. നീയല്ലേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നീ ചോദിക്കും. എനിക്ക് പുതിയ ക്വസ്റ്റ്യൻ ഇല്ല എന്റെ എന്നാ പോയി ആലോചിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെല്ലി. ഇല്ല അതല്ല, വേണ്ട, ഒരു ക്വസ്റ്റ്യൻ ആലോചിക്കട്ടെ ഗൈസ്. പുതിയ ക്വസ്റ്റ്യൻ ചോദിക്കാം, പഴയതെല്ലാം വിട്ട് പുതിയ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പൊ നമ്മള് എല്ലാവരും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഒരു പുതിയ വണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി പോയത്. നമ്മുടെ പുതിയ വണ്ടി ഇലക്ട്രിക് വണ്ടി ബുക്ക് ചെയ്യാൻ പോയത്. അത് ബുക്ക് ചെയ്യാൻ പോയ ഡേറ്റ് അതൊന്നുമില്ല, അലമ്പൊന്നുമില്ല. ഞാൻ ഓർത്തിരിക്കാൻ കോപ്പൊക്കെ ഓർത്തിരിക്കും. എന്തെന്ന് എഴുതി വെച്ചിട്ട് നമ്മൾ ഓർത്ത് ഫോട്ടോ ഒക്കെ നോക്കി എഴുതി വെച്ചിട്ടുണ്ട്. ശരിയല്ല, എടുക്കാൻ വേണ്ടി പോയ ദിവസം അങ്ങനെ ഉണ്ടാവും ഓർത്ത് വെക്കല്. അതെന്തെന്ന് പരിപാടി? പിന്നെ എഴുതി ഒപ്പിട്ടെല്ലാം കൊടുത്തത് എഗ്രിമെന്റ് എല്ലാം വേണ്ട. എഗ്രിമെന്റ് ഒപ്പിട്ട് കൊടുക്കുന്നു. അതന്നെ മോനെ അങ്ങനെ ഡേറ്റ് എല്ലാം ഓർക്കാൻ പറ്റുവാ? എന്തെന്ന് ആലോചിക്കാൻ സമയം കൊടുത്ത്. എനിക്ക് കിട്ടൂല അതൊന്നും. 3 ഓപ്ഷനും വേണമെങ്കിൽ തരാം. 3 ഓപ്ഷൻ താ എന്നാല്. 3 ഓപ്ഷൻ താ. അതെല്ലാം പറഞ്ഞാ കൃത്യമായിട്ട് 3 ഓപ്ഷൻ താ. 3 ഓപ്ഷൻ തരാം. മാർച്ച് 2, മാർച്ച് 4, മാർച്ച് 6. മാർച്ച് 2, മാർച്ച് 4, മാർച്ച് 6. ഒറ്റ ഒരിക്കേ പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോ എത്രയായിരുന്നു? 1, 2. മാർച്ച് 6. അതെങ്ങനെയാ മാർച്ച് 6? മാർച്ച് 4. അങ്ങനെ ഞാൻ ഉറപ്പിച്ച് മാർച്ച് 6 വീഡിയോ ഉണ്ട്, ഞാൻ എടുത്ത് പ്ലേ ചെയ്യും, കാണിക്ക്. എന്തേ കണ്ടാ, കള്ളത്തരത്തിനുള്ള കിട്ടിയില്ലേ, ശിക്ഷ കിട്ടിയില്ലേ? കറക്റ്റ് എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ വെറുതെ ഊഹിച്ചു പറഞ്ഞ. പൈസ ഇല്ല, പൈസ അയച്ചു തരൂല. എന്നെ കൊന്നാലും ഞാൻ ആ പൈസ അയച്ചു തരൂല. ഇല്ല തരൂല. നേരത്തെ ഒപ്പം ക്വസ്റ്റ്യൻ പറഞ്ഞു. തെമ്മാടിത്തരം, ശുദ്ധ പറഞ്ഞു. ഞാൻ ഉത്തരം പറഞ്ഞിട്ട് അത് ഞാൻ ഓപ്ഷൻ കൊടുത്ത തന്നോണ്ടല്ലേ. കണ്ടിവിളെല്ലാം ന്യായീകരിക്കുന്നുണ്ട്. ശരിയാണ്. താടി 100 രൂപ. താടി നിനക്ക് ക്വസ്റ്റ്യൻ 100 എന്നോ? എന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ട് നീ അത് വാങ്ങി പുളുത്താന്ന് വിചാരിച്ചിട്ടല്ലേ? കണ്ട കൈസ് എത്ര പൈസ അയച്ചു കൊടുത്തെന്ന് കണ്ടാ? എന്നിട്ട് ഇത് കണ്ടാ, ഇതെല്ലാം അയച്ചു കൊടുത്തേ കണ്ടാ? 100 കായ്ക്ക് നിനക്ക് ക്യാമറ ഓഫ് ആയി കഴിഞ്ഞ ഇവിടെ അടി കിടക്കും കൈസ്. ദുഗു അമ്മ കള്ളത്തരം കളിക്കുന്നു. പാടി നാളെ ജനസാഗരങ്ങളാണ് കണ്ടോണ്ടിരിക്കണേ. കണ്ട കൈസ്, 100 റുപ്യക്ക് വേണ്ടിട്ട് 100 റുപ്യല്ല വലുത്, ആത്മാഭിമാനമാണ്. എനിക്ക് ആത്മാഭിമാനം ഇല്ല. ഓപ്പ നേരത്തെ പറഞ്ഞത് തെറ്റുത്തരം പറഞ്ഞിട്ട് വീണ്ടും ഒപ്പം 3 ഉത്തരം പറഞ്ഞ് ശരിയാക്കി. ഇത് ഞാൻ ഒപ്പക്ക് ക്വസ്റ്റ്യനും ഇത് ക്ലൂവും തന്ന്. ഇല്ല, ഞാൻ 100 രൂപ തരൂല. എന്താ വേണ്ട? എന്റെ ഒന്നും വേണ്ട. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റ. വീഡിയോ എന്റെ പൈസ താടി, ഞാൻ പൈസ തിരിച്ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ടതാ. ഇവിടെ 100 രൂപ കൂടുതലെടുത്തേക്കാണ് ഇപ്പൊ കണ്ടത്. അത് തരുന്നില്ല. ഇല്ല തരൂല. ഓപ്പയാന്ന് എനിക്ക് 100 രൂപ ഇങ്ങോട്ട് തരും. പിടിച്ചു വെച്ചോ അച്ഛനാ, അല്ലെങ്കിൽ അച്ഛൻ കൊല്ലൂന. ഇല്ല, കൊടുക്കൂല. ഓടിക്കട്ട് കഴിഞ്ഞില്ല, ക്യാമറ ഞാൻ ഓഫ് ആക്കട്ട്. അപ്പൊ എന്തായാലും അടുത്ത നല്ല അടിപൊളി 10 ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ വരുന്നുണ്ട് കൈസ്. ഇവളുടെ പൈസ മൊത്തം ഞാൻ അടിച്ചു. പക്ഷെ ഇവള് കള്ളത്തിയാണ് ഞാൻ കളിച്ചിരുന്നോണ്ട് ഇവിടെ എന്ത് കളിച്ച എന്താ കാര്യമുള്ള. ഓക്കെ, എന്നാ പിന്നെ ഞാൻ ഇവിടെ കുത്തിന് പിടിച്ചാൻ പാകും ഞാൻ. ഓക്കെ ഗൈസ്, അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റ. വൈൻഡപ്പ് ചെയ്യടി, പറയടി. കള്ളത്തി ഞാൻ സമ്മതിച്ചു. ടാറ്റ. ദുഗു തരുന്നില്ല മോളെ ചെക്ക്. തരുന്നില്ല. നമ്മളെ വീഡിയോ കാണുന്നവർ പറയട്ടെ. നിങ്ങൾ കമന്റ് ചെയ്യണം ഗൈസ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതിന് കമന്റ് ചെയ്യണം. ഓരോ കമന്റ് ഞാൻ ഇവിടെ കാണിച്ച് നാണം കെടുത്തി ഞാൻ വീഡിയോ എടുക്കും. കണ്ടോ? ഓക്കെ, തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. നമുക്ക് വേണ്ട മോനെ, നമുക്ക് തരാത്ത പൈസ വേണ്ട. വൈൻഡപ്പ് ചെയ്യട്ടെ ഗൈസ്. ടാറ്റ പറ എല്ലാരും.